സിംബാബ്വെ സീരീസ് അവസാനിച്ചതിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസന്റെ പേര് വീണ്ടും വലിയ ചർച്ചകൾക്ക് തന്നെയാണ് വിധേയമാകുന്നത്. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ സഞ്ജു സാംസന്റെ പ്രതികരണമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ സഞ്ജു പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാനിനി ആ റാറ്റ് റേസിന്റെ ഭാഗമാകാനായി ആഗ്രഹിക്കുന്നില്ല. അതായത് മറ്റുള്ളവർ എന്തു പറയും, എങ്ങനെ കളിക്കണം, ആരെ സന്തോഷിപ്പിക്കണം എന്ന ചിന്തകളുമായി ഇനി മുന്നോട്ട് പോകാനാകില്ലെന്നാണ് സഞ്ജുവിന്റെ നിലപാട്. തന്റെ സ്വാഭാവിക ശൈലിയിൽ കളിക്കാനാണ് ഇനി ആഗ്രഹമെന്നും സഞ്ജു വ്യക്തമാക്കി. മറ്റൊരു കാര്യം കൂടി സഞ്ജു പറഞ്ഞിരുന്നു. ഞാൻ നേടിയതൊന്നും ഇനി ആരും എന്നിൽ നിന്ന് തട്ടിയെടുത്ത് കളയാനായി കഴിയില്ല. ഈ വാക്കുകൾക്ക് വലിയ അർത്ഥം തന്നെയാണുള്ളത്. കാരണം 2026 T20 ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജു ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ആ നേട്ടം ആരും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. ഇപ്പോൾ ഇന്ത്യ സിംബാബ്വെക്കെതിരായ പരമ്പര കളിച്ചപ്പോൾ യുവതാരങ്ങൾക്കായിരുന്നു അവസരം ലഭിച്ചിരുന്നത്. സഞ്ജുവിനൊപ്പം തന്നെയുള്ള മറ്റൊരു ബാറ്ററായ അഭിഷേക് ശർമ്മ സഞ്ജുവിന്റെ പകുതി പോലും പ്രകടനം പുറത്തെടുക്കാത്ത സാഹചര്യത്തിലും BCCI അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത്. വെറും 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജുവിനെ T20 ടീമിൽ നിന്നും BCCI നീക്കിയത്. ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹം പോരാടില്ല എന്നല്ല, മറിച്ച് തന്റെ പ്രകടനം തന്നെ സംസാരിക്കട്ടെ എന്നാണ് സഞ്ജുവിന്റെ നിലപാട്. അവസരം കിട്ടിയാൽ തന്റേതായ രീതിയിൽ കളിക്കും, കിട്ടിയില്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തത്തില്ല. അതാണ് സഞ്ജുവിന്റെ പുതിയ മനോഭാവം. ഇതാണ് പല ആരാധകരും അഭിനന്ദിക്കുന്നത്. വിമർശനങ്ങൾക്ക് മറുപടി വാക്കുകൾ കൊണ്ട് അല്ല, പ്രകടനം കൊണ്ട് നൽകണമെന്നുള്ള ആത്മവിശ്വാസം, ഇതാണ് ഇപ്പോൾ സഞ്ജുവിന് മുന്നിലുള്ളത്. വീരേന്ദർ സെവാഗ്, സുനിൽ ഗവാസ്കർ എന്നിങ്ങനെ പല മുൻ ഇന്ത്യൻ താരങ്ങളും സഞ്ജുവിനെ അനുകൂലിച്ചുകൊണ്ട് BCCIക്കെതിരെ വിമർശനങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും വെസ്റ്റ് ഇൻഡീസിനെതിരായി T20 പരമ്പരയിലേക്ക് സഞ്ജുവിനെ ടീം ഇന്ത്യ പരിഗണിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതായി തന്നെയുണ്ട്.